സൈക്ലോൺ അലേർട്ട് കാരണം സ്കൂൾ അവധി കൊടുത്ത ചിന്നൂനെയും കൂട്ടിയാണ് ഞാൻ സാറ്റർഡേ മോർണിംഗ് ഇക്കോ മൂവി കാണാൻ ഇറങ്ങിയത്. ഫീനിക്സ് മോള് കംപ്ലീറ്റ്ലി എംറ്റി ആണെന്ന് തന്നെ പറയാം. അധികം മൂവി ഗോവേഴ്സിനെ പോലും കണ്ടില്ല. എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ആൾക്കാരെല്ലാം മഴ പേടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്നാണ് തോന്നുന്നത്. എസ്കലേറ്ററും ഒരെണ്ണം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഐമാക്സിലോട്ടുള്ള എസ്കലേറ്റർ മാത്രമാണ് അവർ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഐമാക്സിലും അധികം ആൾക്കാരില്ല. ഇങ്ങനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. കാരണം മൂവി ഗോവേഴ്സ് എങ്കിലും അവിടെ കാണാറുള്ളതാണ്. ഐമാക്സിന്റെ വെളിയിലൊന്നും ആരെയും കാണാനേ ഇല്ല. അകത്തോട്ട് കയറിയപ്പോൾ 5-6 പേരെ കണ്ടു. പക്ഷെ തിയേറ്റർ ഇപ്പോഴും തുറന്നിട്ടില്ല. 9 മണി ആവാറായി. ഏതായാലും ഷാൻലിയറിന്റെ ഒക്കെ ഭംഗി കണ്ട് കുറച്ചു നേരം അവിടെ കുറ്റിയടിച്ച് നിന്നതിന് ശേഷമാണ് അകത്തോട്ട് കയറ്റി വിട്ടത്. പോപ്കോണും കോക്കും ഒക്കെ വാങ്ങിക്കാൻ ബില്ല് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു അതും റെഡി ആയിട്ടില്ല. അപ്പൊ അതിനു വേണ്ടിയും കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഏതായാലും മൂവി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് അകത്ത് കയറാൻ പറ്റി. പോപ്കോൺ ഒക്കെ വാങ്ങിച്ച അകത്തിരുന്നപ്പോഴത്തേനാണ് മനസ്സിലായത് മൂവിക്ക് ആരും വന്നിട്ടില്ല. ആകെ അങ്ങയും കുറച്ച് 5-6 പേരൊക്കെ ഉള്ളൂ. ഏതായാലും മൂവി കഴിഞ്ഞു. മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ ഇവിടെ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഓരോ ബ്രാൻഡ്സിന്റെയും ബൂത്ത് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് ഇവന്റ്സ് നടക്കുന്നുണ്ടായിരുന്നു. റിലയൻസ് ഡിജിറ്റലിൽ പോയിട്ട് ചിന്നുവിന് ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുകയാണ്. ലെനോവോയുടെ ലാപ്ടോപ്പാണ് വാങ്ങിച്ചത്. പക്ഷെ അവിടെ ഒരു 1.5 മണിക്കൂർ നിൽക്കേണ്ടി വന്നു. ആന്റി വൈറസ് ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഇത്രയും ഒരു ആൾക്കൂട്ടം നമ്മുടെ ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിൽ. കാരണം അവർ വേറെന്തോ ഫോറിൻ ലാംഗ്വേജ് ആണ് സെലക്ട് ചെയ്തത്. ലാപ്ടോപ്പിന്റെ ഉടമസ്ഥ ഫോൺ നോക്കി നിൽക്കുകയാണ്. ഞാൻ അവിടെ കുറ്റിയടിച്ച് അവർ ചെയ്യുന്നത് നോക്കൊണ്ട് നിന്നു. ഏതായാലും ഫോട്ടോ ബൂത്തിൽ എടുത്ത ഫോട്ടോസ് ആണ് ഇതൊക്കെ. ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന് കണ്ടാലേ തോന്നത്തില്ല. മാക്കിന്റെ കുറച്ച് ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും ഒക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. കാരണം ഷോപ്പിംഗ് ഒന്നും നടത്തരുതെന്ന് വിചാരിച്ചാണ് ഞാൻ ഇറങ്ങിയത്. എന്നിട്ട് ഇതാണ് എന്റെ അവസ്ഥ.